ാനിലൂടെ പറയുമ്പോ നിസ്കരിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഗൗരവമല്ലേ? നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ല ഇത് പറയുന്നത്. നിസ്കരിക്കാത്ത കുടുംബക്കാരുണ്ടോ? ഉപദേശം നടത്തിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരലോകത്ത് നിസ്കരിക്കാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന ഭയാനകത അവിടുത്തെ സ്വപ്നത്തിലൂടെ കാണുമ്പോ അതാ റസൂല് ഒരു സംഭവം പറഞ്ഞു തരുന്നു. എന്താ നബി പറയുന്നത്? ഞാൻ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ രണ്ടാളുകൾ എന്റെ സന്നിധാനത്തിൽ വന്നു. എന്നിട്ട് ആ രണ്ടുപേരും എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതാ ഞങ്ങൾ ഒരു മനുഷ്യന്റെ അരികിലെത്തിക്കഴിഞ്ഞു. റസൂലുള്ള കണ്ട സ്വപ്നം ഇസ്ലാമിൽ തെളിവാണ്, നമ്മുടെ സ്വപ്നം പോലെയല്ല. അവിടുന്ന് അതാ വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നാ അതൈനാ അലാ റജുലിൻ മുൽതജിൻ, ചെരിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ അരികിൽ രണ്ടാളുകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ വഇദാ ആഖറു ഖായിമുൻ അലൈഹി, വേറെ ഒരു മനുഷ്യൻ അയാളുടെ അരികിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. ഇതാ സംഭവം. ഒരാൾ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്, അയാളുടെ അരികിൽ വേറൊരാൾ ഇങ്ങനെ നിൽക്കുന്നു. എങ്ങനെയാണ് ആ മനുഷ്യൻ നിൽക്കുന്നതെന്നറിയാമോ? വഇദാ ഖായിമുൻ അലൈഹി ബിസ്വഖറത്തിൻ വഇദാ ഹുവ യഹ്വി ബിസ്വഖറ, അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിലതാ ഒരു വലിയ പാറകഷ്ണമുണ്ട്. എന്നിട്ട് ആ മനുഷ്യന്റെ ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്കതാ ആ പാറയുടെ ആ വലിയ ഭാഗം വലിച്ചെറിയുന്നു. അപ്പോൾ ആ മനുഷ്യന്റെ തല പൊട്ടിത്തെറിക്കുന്നു. റസൂല് കാണുകയാണ്. പിന്നെ വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ ചെയ്യുന്നു. ഈ പ്രവൃത്തി ഇങ്ങനെ ആവർത്തിക്കുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ ഞെട്ടിപ്പോകുകയാണ്. അവിടുന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ കാണുന്നത്? എന്താണ് ഈ കാണുന്നത്? ഇതെന്തുമാത്രം ഭീകരമാണ്, ഇതെന്തുമാത്രം ഭയാനകമാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ഇതെന്താണ്? അവിടുന്ന് അതാ വിശദീകരിക്കപ്പെടുന്നു, ഫഇന്നഹു റജുലുൻ, ഇതൊരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അയാളുടെ സ്വഭാവം എന്തെന്നോ? യഖുദുൽ ഖുർആന, ഈ മനുഷ്യന് ഖുർആൻ അറിയാമായിരുന്നു. എന്നിട്ടും വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, മുസ്ലിമേ സഹോദരാ പഠിച്ചു വെച്ചോ, മറക്കാതെ മനസ്സിൽ സൂക്ഷിച്ചോ. വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, നിർബന്ധ നിസ്കാരത്തിന്റെ നേരത്ത് കിടന്നുറങ്ങുകയായിരുന്നു ഈ മനുഷ്യൻ. ഈ സന്ദേശം കൈമാറേണ്ടതില്ലേ സഹോദരന്മാരെ? റൂമുകളിൽ നിസ്കാരത്തിന്റെ നേരത്ത് കിടന്നുറങ്ങുന്നവരില്ലേ? ഈ സന്ദേശം കൈമാറേണ്ടതില്ലേ? സുബഹി ജമാഅത്തിന്റെ സമയത്തും ജമാഅത്തിനെത്താതെ കിടന്നുറങ്ങുന്ന നിഫാഖിന്റെ ലക്ഷണമുള്ളവരില്ലേ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? വഹുവ യനാമു അനിസ്സലാത്തിൽ മക്തൂബ. ഇനി വേണോ ഇതിന്റെ